കുറച്ച് എഫേർട്ട് എടുത്തിട്ട് മാക്സിമം കംഫർട്ടിൽ ഒരു 1 pot ഡിഷാണ് നമ്മളിന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇൻസ്റ്റൻറ്റ് കവിത രചിക്കുന്ന പോലൊന്നും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഫ്രിഡ്ജിനകത്ത് എന്താണല്ലോ നോക്കിയിട്ട് അങ്ങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കിലോടാൻ പോകുന്ന മാസങ്ങളാണെങ്കിൽ നമ്മളിതുപോലെ ഈ 1 pot ഡിഷിലാണ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക കേട്ടോ. അപ്പോൾ അതുപോലെയുള്ളൊരു റെസിപ്പിയാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചില്ലി ഗാർലിക് റൈസാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തത് നിങ്ങൾ കണ്ടില്ലേ, കാശ്മീരി ചില്ലി ഒരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചാണ് കേട്ടോ. എന്നിട്ട് അതും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ കൂട്ടി അങ്ങ് അരച്ച് വെച്ചു. ഇത് കാണുമ്പം ഭയങ്കര എരിവരിയാണല്ലോ എന്നൊക്കെ തോന്നും. അതൊക്കെ വെറും തോന്നലാണ്. ഇത് കാശ്മീരി ചില്ലി അല്ലടോ, അത്ര എരിവൊന്നുമില്ല. എന്നിട്ട് നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാവുമ്പോൾ നമ്മുടെ പേസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ക്യാപ്സിക്കാണ് ബെസ്റ്റ് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി അവരൊന്ന് പരിചയപ്പെട്ട് വരുമ്പം നമ്മളതിലേക്ക് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പാകത്തിന് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോണ്ട. ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ചോറുമായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ചോറാണെങ്കിൽ അതെടുത്ത് അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. നമ്മുടെ ആ ചില്ലി ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർക്കാം കേട്ടോ. ഈ ചോറിൽ കുറച്ച് പച്ചപ്പും ഹരിതാപയും കുറവുണ്ടല്ലേ. അപ്പോൾ കുറച്ച് നമുക്ക് നമ്മുടെ മല്ലിയില അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പിൻ്റെ അളവ് ഞാൻ പറയണ്ടല്ലോ, 1 pot ഡിഷ് ആയതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക.